Hello, so welcome to my channel. Here is your Ninus. ഇന്ന് നമ്മൾ ഒ ഇ ടിന്റെ ഒരു ഗൈഡ്നെസ് ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ദ അൾട്ടിമേറ്റ് ഗൈഡ് ടു ഒ ഇ ടി റൈറ്റിംഗ്. സോ ഒ ഇ ടി റൈറ്റിംഗിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ക്രൈറ്റീരിയ. സോ നമ്മൾ ഒ ഇ ടിയില് ക്രൈറ്റീരിയ നന്നായിട്ട് അറിയാമെങ്കിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ലെറ്ററും നമുക്ക് അതനുസരിച്ച് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്താണ് ഒ ഇ ടി ക്രൈറ്റീരിയാസ്? ഓരോ ക്രൈറ്റീരിയയും എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ അസസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഐ എം ഗോയിങ് ടു ടീച്ച് യു. സോ ഓക്കെ, ദ ഫൈൻ. അതപ്പോ നമ്മുടെ ഒ ഇ ടി റൈറ്റിംഗില് ചില ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലെ? സോ എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ്? ദ ക്രൈറ്റീരിയാസ് ആർ പർപ്പസ്, content, conciseness and clarity, genre and style, organization and layout, language. ഇങ്ങനെ 6 ക്രൈറ്റീരിയാസ് ആണ് നമുക്ക് ഒ ഇ ടി റൈറ്റിംഗിൽ ഉള്ളത്. സോ കമ്മിങ് ടു ഓരോ ക്രൈറ്റീരിയ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ഒന്ന് ജസ്റ്റ് നോക്കാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് എത്രയാണ് ഓരോ ക്രൈറ്റീരിയക്കും വരുന്ന സ്കോർ എന്ന് നോക്കാം. ഓക്കെ, സോ പർപ്പസിന് നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് 0 to 3 ആണ്. സോ 0 to 3 അറ്റ്ലീസ്റ്റ് 2 മേടിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ it's about purpose. Then content, conciseness and clarity, genre and style, organization and layout, language. So ഈ റിമൈനിങ് ആയിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയക്കും ഈച്ച് ക്രൈറ്റീരിയക്കും 7 വെച്ചാണ് നമുക്ക് സ്കോർ വരുന്നത്. ദാറ്റ് മീൻസ് 0 to 7. സോ അറ്റ്ലീസ്റ്റ് ഔട്ട് ഓഫ് 7ൽ 5 സ്കോർ മേടിച്ചെങ്കിലാണ് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടുക. സോ എഗെയിൻ ഒന്നും കൂടെ ഞാൻ പറയാം, ലൈക്ക് പർപ്പസിന് നിങ്ങൾക്ക് ടോട്ടൽ 3 മാർക്സും റെസ്റ്റ് ഓഫ് ഓൾ ക്രൈറ്റീരിയസിനും നിങ്ങൾക്ക് 7 മാർക്സും ആണ്. ഓക്കെ, സോ കമ്മിങ് ടു നമുക്ക് ഓരോ ക്രൈറ്റീരിയം ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പർപ്പസ്. സോ എന്താണ് പർപ്പസ്? സോ പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ത്രൂ ഔട്ട് നമ്മുടെ ലെറ്ററിൽ ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ലെറ്ററിൽ നമ്മൾ ഒരു ലെറ്റർ എഴുതുന്ന ഒരു റീഡറിനാണ്. സോ ഡെഫിനറ്റ്ലി ആ റീഡർ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു ഇന്റൻഷൻ ഓഫ് ലെറ്റർ ത്രൂ ഔട്ട് നമുക്ക് ആ ലെറ്റർ വായിക്കുമ്പോൾ കിട്ടിയിരിക്കണം. സോ എഗെയിൻ നമുക്ക് പർപ്പസിനെ ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി അപ്പാരന്റും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സഫിഷ്യൻലി എക്സ്പാൻഡിങ്ങും ആയിരിക്കണം. സോ ദീസ് 2 പാർട്സ് നിങ്ങളുടെ ലെറ്ററിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ സ്കോർ ഓഫ് 3. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, സോ ദെൻ വാട്ട് യു മീൻ ബൈ ഇമ്മീഡിയറ്റ്ലി അപ്പാരന്റ്? എന്താണ് ഇമ്മീഡിയറ്റ്ലി അപ്പാരന്റ്? സോ വൈ യു ആർ റൈറ്റിംഗ് ദ ലെറ്റർ, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ള ഒരു വ്യക്തത നിങ്ങളുടെ ലെറ്ററിന് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഗുഡ് സ്കോർ ഇൻ ഇമ്മീഡിയറ്റ്ലി അപ്പാരന്റ്. സെക്കൻഡ് വൺ ഈസ് വൈ ഷുഡ് ദ ലെറ്റർ ബി റീഡ്? എന്തിനു വേണ്ടിയിട്ടാണ് ആ റീഡർ ലെറ്റർ വായിക്കേണ്ടത്? ഡസ് ദ ലെറ്റർ സ്റ്റാർട്ട് വിത്ത് എ ക്ലിയർ എക്സ്പ്ലനേഷൻ? നിങ്ങളുടെ ലെറ്റർ ഒരു ക്ലിയർ എക്സ്പ്ലനേഷനോട് കൂടിയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ദിസ് ഈസ് മീൻ ബൈ ഇമ്മീഡിയറ്റ്ലി അപ്പാരന്റ്. ദ സെക്കൻഡ് വൺ ഈസ് സഫിഷ്യൻലി എക്സ്പാൻഡിങ്. So sufficiently expanding, will the reader understand the situation? ആ റീഡർ നിങ്ങളുടെ ലെറ്റർ വായിക്കുമ്പോൾ he can understand clearly നിങ്ങളുടെ ലെറ്ററിലെ ഒരു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ പേഷ്യന്റ് സിറ്റുവേഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർ യുവർ റിക്വസ്റ്റ് ഒബ്വിയസ് ടു ഫൈൻഡ്? ഡസ് ദ ലെറ്റർ പ്രൊവൈഡ് മോർ ഡീറ്റെയിൽസ് ദാൻ യുവർ ഓപ്പണിംഗ് എക്സ്പ്ലനേഷൻ? സോ അപ്പം ഇങ്ങനത്തെ വക എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഗുഡ് സ്കോർ ഇൻ പർപ്പസ്. Okay, so this is about purpose. Next, coming to the another criteria. So quick ആയിട്ട് ഞാൻ പോവുകയാണ്. With example, I wish like to give an example before that. Okay, so purpose-ന്റെ ഒരു example നമുക്ക് നോക്കാം. So finding purpose in the writing task. Okay, so finding purpose in the writing task. The writing task is located at the end of the case notes and will often include the type of letter you need to write as well as the letter's main topic. നിങ്ങളുടെ ലെറ്ററിൽ റൈറ്റിംഗ് ടാസ്ക് എപ്പോഴും നിങ്ങളുടെ ലെറ്ററിൽ ഏറ്റവും അവസാനമായിരിക്കും ഉണ്ടാവുക. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു റൈറ്റിംഗ് ടാസ്ക് തന്നിട്ടുണ്ട്. യൂസിംഗ് ദ ഇൻഫോർമേഷൻ ഇൻ ദ കേസ് നോട്ട്, റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു ഡോക്ടർ സ്മിത്ത്, ആൻ endocrinologist at the city hospital, for further management of Ms. Sharma's sugar level. Address the letter to Dr. Lisa Smith, endocrinologist, City Hospital, Newtown.
ഓക്കെ. സോ ഇതാണ് നമ്മുടെ ടാസ്ക്. നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് ഡോക്ടർ സ്മിത്തിനാണ്. അയാൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ആണ്. സോ നമ്മൾ ഈ ആൾക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. സോ ദെൻ ഇവിടെ അവര് പറയുന്നുണ്ട് എന്താണ് നമ്മൾ ആ ലെറ്റർ എഴുതുന്നതിന്റെ ഒരു പർപ്പസ്. ഫോർ ഫർദർ മാനേജ്മെന്റ് ഓഫ് മിസസ് ശർമ്മ ഷുഗർ ലെവൽ. സോ മിസസ് ശർമാസിന്റെ ഷുഗർ ലെവലിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ എഴുതണത്. സോ കമ്മിങ് ടു ദിസ്, എങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുനിന്ന് പർപ്പസ് ഐഡന്റിഫൈ ചെയ്യാം? So in the above example, you can see this is a referral letter. നമുക്ക് different kind of letters ഉണ്ട്. So this is a referral letter. We are referring the patient to the person. So this is a referral letter about further management of Mrs. Sharma's sugar level. This is the kind of we are finding the purpose in our task. Okay. So അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടാസ്കിൽ നിന്നും പർപ്പസ് മനസ്സിലാക്കുക. ഓക്കെ. സോ അതുപോലെ തന്നെ നോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മൾ ടാസ്ക് വായിച്ചു, ദ എൻടയർ നോട്ട് വായിക്കുമ്പോൾ വി ഗെറ്റ് ടു നോ ദാറ്റ് എന്താണ് പർപ്പസ് അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Okay, so this is about purpose. Next, I'm going to tell you that next criteria, that is content. So that is very important. Content, right ആയിട്ടുള്ള കോണ്ടന്റ് വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട്. സോ എങ്ങനെയാണ് അതിന് സാധിക്കുക? നമ്മൾ റീഡറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ സെലക്ട് ദ പ്രോപ്പർ കോണ്ടന്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദ വേ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു ഒക്കupേഷണൽ തെറാപ്പിസ്റ്റിനാണ് ലെറ്റർ എഴുതുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രം എഴുതാം. അല്ലാതെ ഉള്ള പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിൽ പ്രസന്റ് ആയിട്ടുള്ള കുറെ മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ എഴുതിയിട്ട് നോ ഇഷ്യൂസ് അല്ലെ, നോ നത്തിങ് ടു ഇമ്പോർട്ടന്റ്. സോ ദാറ്റ് മീൻസ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് എന്താണോ അറിയേണ്ടത് അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് അബൌട്ട് കോണ്ടന്റ്. ഓക്കെ. സോ ദെൻ ദിസ് ഇസ് അബൌട്ട് കോണ്ടന്റ്. കോണ്ടന്റ് ഞാൻ പറഞ്ഞു 7 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. സോ 7 മാർക്സിൽ അറ്റ്ലീസ്റ്റ് യു നീഡ് ടു ഗെറ്റ് 5 മാർക്സ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. Okay, so coming to the next one is conciseness and clarity. So conciseness and clarity ലാണ് മിക്കവർക്കും ഞാൻ കണ്ടിട്ടുള്ളത് മാർക്ക് പോകുന്നത്. Because content, I know that everybody know how to select their data. Data select ചെയ്യുന്നതിൽ വലിയ ഇഷ്യൂസ് ഇല്ല. പക്ഷെ ആ ഡേറ്റാസിനെ എത്രമാത്രം കൺസൈസ് ചെയ്ത് അത് വളരെ കൃത്യമായിട്ട് പാരഗ്രാഫായിട്ട് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിനെ എങ്ങനെ ക്ലാരിറ്റിയോട് കൂടി എഴുതാം. സോ ആ ഒരു കാര്യത്തിലാണ് ഐ എം തിങ്കിങ് ദാറ്റ് എല്ലാ സ്റ്റുഡൻസും ആ ഒരു കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, സോ എന്താണ് കൺസിസ്റ്റൻസ് ക്ലാരിറ്റി? വെദർ യു ഹാവ് നോട്ട് ഇൻക്ലൂഡഡ് അൺനെസസറി ഇൻഫോർമേഷൻ, so you will get score. How clearly you have summarized the case note, that is important. How clearly the summary is communicated to the reader, that is also very important. Okay, so അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റാസിനെ വളരെ സമ്മറൈസ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. വേറൊരു കാര്യം, ലിവിങ് ഔട്ട് ഇറലവന്റ് ഇൻഫർമേഷൻ. എങ്ങനെയാണ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നമുക്ക് ഇറലവന്റ് ഇൻഫർമേഷനെ ഒഴിവാക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഇൻഫർമേഷൻ ദ റീഡർ ഓൾറെഡി നോസ് ഓർ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ദ പേഷ്യന്റ്. അതായത് നിങ്ങൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റീഡറിന് ഓൾറെഡി അറിയാവുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ എഴുതുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്കോർ നഷ്ടപ്പെടാൻ കാരണമാണ്. സെക്കൻഡ് വൺ, പ്രൊവൈഡിങ് ടു മച്ച് ബാക്ക്ഗ്രൗണ്ട് ഓർ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ദ കറന്റ് സിറ്റുവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് കറന്റ് സിറ്റുവേഷൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷെ നിങ്ങൾക്ക് ചിലരുടെ ലെറ്ററിൽ കാണാം പാസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഹിസ്റ്ററി നിങ്ങൾ എഴുതുന്നു. സോ ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ്. ഓക്കെ, ദെൻ നോട്ട് ഗ്രൂപ്പിംഗ് സിമിലർ ഇൻഫോർമേഷൻ ടുഗദർ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് സിമിലർ ആയിട്ടുള്ള ഇൻഫോർമേഷനെ നിങ്ങൾ ഒരുമിച്ച് എഴുതുക. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ അതിന്റെ ഒരു കാര്യം എഴുതിയിട്ട് അടുത്ത പാരഗ്രാഫിൽ വേറെ കാര്യം എഴുതുന്നതിനെക്കാട്ടിൽ ബെറ്റർ ആണ്. യു ക്യാൻ മേക്ക് ഇറ്റ് എന്താണ് ടുഗദർ ആയിട്ട് എഴുതുക. ഓക്കെ, സോ ദെൻ ഫൈൻ. സോ ഫോർ എക്സാമ്പിൾ ഞാൻ തരികയാണ്. സോ ഇൻഫോർമേഷൻ നോട്ട് നീഡഡ് ഫോർ കെയർ. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മിസ്റ്റർ ശർമാസ് കേസ് നോട്ട് കവർ 6 വിസിറ്റ് ടു ഹർ GP ഓവർ 2-month പീരീഡ്. ദ ഫസ്റ്റ് വിസിറ്റ് മെൻഷൻ ഇൻ ദ ഡീറ്റെയിൽസ്. ഫസ്റ്റ് വിസിറ്റിന്റെ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവര് ഡിസ്കഷൻ 29/12/18 ഒരു ഡിസ്കഷൻ നടന്നിരിക്കുകയാണ്. കൺസേൺ ദാറ്റ് ഹർ ഗ്ലൂക്കോസ് ലെവൽ ആർ നോട്ട് വെൽ ഇനഫ് കൺട്രോൾ, ചെക്ക് ലെവൽ ഓഫൻ വറീഡ്, അറ്റൻഡ് ഹെൽത്ത് center feels not taking
her concern seriously. അതായത് ഇവര് പറയുന്നത് അവൾക്ക് ഭയങ്കര കൺസേൺ ആണ്, അവളുടെ ഷുഗർ ലെവൽ ഒന്നും ഇനഫ് ആയിട്ട് കൺട്രോൾഡ് ആവുന്നില്ല. സോ അവൾ വളരെ വറീഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവൾക്കൊരു കാര്യമുണ്ട്, അവിടെ ഹെൽത്ത് സെന്ററിൽ അവളെ ഈ ഇവിടെ കൺസേൺസ് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നൊരു കാര്യം കൂടെ അവൾ ബോധേഡ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ലെറ്റർ എഴുതുന്നത് റൈറ്റിംഗ് ടാസ്ക് ഈസ് ടു റൈറ്റ് എ ലെറ്റർ റെഫറിംഗ് ദ പേഷ്യന്റ് ടു ദ എൻഡോക്രൈനോളജിസ്റ്റ്. നമ്മൾ ഈ ലെറ്റർ എഴുതുന്ന ഒരു എൻഡോക്രൈനോളജിസ്റ്റിനാണ്. അപ്പൊ അയാൾക്ക് വേണ്ടുന്ന കാര്യം എന്താണ്? ഈ ഒരു നോട്ട്സിൽ അയാൾക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് റെലവെന്റ് മിസ്സസ് ശർമ്മ ഈസ് കൺസേൺ ദാറ്റ് ഹെർ ഗ്ലൂക്കോസ് ലെവൽ വെയർ നോട്ട് വെൽ കൺട്രോൾ കോസിംഗ് ഹെർ ടു പ്രസന്റ് ഓൺ ദി 29 ഡിസംബർ. നോട്ട് റെലവെന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? മിസ്സസ് ശർമ്മ ഫെൽറ്റ് ദ ഹെൽത്ത് സെന്റർ വാസ് നോട്ട് ടേക്കിംഗ് കെയർ ഹെർ കൺസേൺ സീരിയസ്ലി. സോ ആ ഒരു കാര്യം എൻഡോക്രൈനോളജിസ്റ്റ് അറിയേണ്ട കാര്യമില്ല അല്ലെ? എൻഡോക്രൈനോളജിസ്റ്റ് ഇപ്പൊ ഹെൽത്ത് സെന്റർ മര്യാദയ്ക്ക് അവിടെ കൺസേൺസിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളൊരു കാര്യം എഴുതി കാണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും തന്നെ ഇല്ല. സോ ഈ ഒരു കാര്യത്തിന് അവർ എങ്ങനെയാണ് സമറൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ എ ഗുഡ് സമ്മറി ഫോർ ദിസ് കേസ് നോട്ട്സ് വുഡ് ബി ഷീ ഇനിഷ്യലി പ്രസന്റഡ് ഓൺ 29/12/18 കൺസേൺ ദാറ്റ് ഹെർ ബ്ലഡ് ഷുഗർ ലെവൽ വെയർ നോ ലോങ്ങർ വെൽ കൺട്രോൾഡ്. സോ ഇതാണ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു നോട്ടിനെ അവർ സമറൈസ് ചെയ്യുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സോ ദിസ് ഈസ് ദ വേ വി നീഡ് ടു കൺഫേം ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് ടു മച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യമില്ല. സോ ആസ് ഐ ടോൾഡ് യു ബിഫോർ. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്രൈറ്റീരിയ. എന്താണ് നെക്സ്റ്റ് ക്രൈറ്റീരിയ? ജെൻഡറി ആൻഡ് സ്റ്റൈൽ ഓഫ് യുവർ ലെറ്റർ. സോ ജെൻഡറി ആൻഡ് സ്റ്റൈൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നിങ്ങളുടെ ലെറ്റർ എപ്പോഴും ഒരു ഇൻഫോർമൽ അല്ല, ഒരു ഫോർമൽ ലെറ്റർ ആണ്. ഓക്കെ, സോ ഫോർമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതാൻ പറ്റുക? സോ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻഫോർമൽ, താങ്ക്സ് ഫോർ ഹാവിംഗ് എ ലുക്ക് അറ്റ് പ്രിയ. സോ അതിനെ അവർ ഫോർമൽ രീതിയിൽ എഴുതിയിരിക്കുന്ന കാണാം നിങ്ങൾക്ക്. താങ്ക് യു ഫോർ സീയിങ് മിസ്സസ് പ്രിയ ശർമ്മ. ഓക്കെ, സോ ഇവിടെ കണ്ടോ അവർ എത്ര ഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ദിസ് ആൻ എക്സാമ്പിൾ. നമ്മുടെ ലെറ്റർ ഷുഡ് ബി ഫോർമൽ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂസിങ് ഫാക്ട് നോട്ട് മേക്കിംഗ് ജഡ്ജ്മെന്റ്സ്. ഓക്കെ, യൂസിങ് ഫാക്ട് എന്ന് പറയുന്നത് നമുക്ക് പേഷ്യന്റിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അയാൾ സ്മോക്ക് ചെയ്യും എന്ന് പറയുന്നത് അതൊരു ഫാക്ട് ആണ്. ദാറ്റ് വി നീഡ് ടു റൈറ്റ് ഇറ്റ് അല്ലെ. പക്ഷേ വി കനോട്ട് ജഡ്ജ് ദ പേഷ്യന്റ്. സോ എങ്ങനെയാണ് നമുക്ക് ഫാക്ട് ബേസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്? ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. Mr. X is a heavy smoker. Mr. X is a heavy smoker. So fact based ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? Mr. X smokes 30 cigarettes a day. 30 cigarettes a day എടുക്കുന്നുണ്ടെന്ന് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും അയാൾ ഒരു ഹെവി സ്മോക്കർ ആണെന്ന്. സോ അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ദെൻ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് യുവർ ലെറ്റർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒരു ലെറ്ററിന് എപ്പോഴും ഒരു സ്റ്റാർട്ട് ഉണ്ടായിരിക്കണം, എൻഡ് ഉണ്ടായിരിക്കണം. സോ എൻഡ് ഫോർ എക്സാമ്പിൾ ഇഫ് യു റിക്വയർസ് ഫർദർ ഇൻഫോർമേഷൻ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇതാണ് എൻഡ്. സോ ദിസ് ഷുഡ് ബി ഇൻ യുവർ ലെറ്റർ. ഓക്കെ, ദെൻ ബീങ് ഫോർമൽ വിത്ത് റൈറ്റ് ഗ്രാമർ. സോ റൈറ്റ് ഗ്രാമർ എങ്ങനെ നിങ്ങൾക്ക് ഫോർമൽ ആകാൻ പറ്റും? സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇൻഫോർമൽ ഹി ഈസ് കീൻ ടു റിട്ടേൺ ഹോം, ഫോർമൽ ഹി ഈസ് കീൻ ടു റിട്ടേൺ ഹോം. കണ്ടോ, ഈ അപ്പോസ്ട്രോഫി ഇത് എസ് എഴുതാൻ പാടില്ല. So that means you need to write it is. He is. She's. She is. Okay. She don't. She did not. So that is the way you need to write it. Okay, fine. So coming to the next one, abbreviations. So abbreviations, that is very important. നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ COPD എന്ന് എഴുതുന്നു. നമ്മളതൊരു പൾമനോളജിസ്റ്റിന് COPD എന്ന് എഴുതിയാൽ ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് COPD ഇറ്റ്സ് എ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന്. പക്ഷെ അതർവൈസ് വി ആർ റൈറ്റിംഗ് എ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആയിക്കോട്ടെ, COPDന്റെ എക്സ്പാൻഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. വിച്ച് മീൻസ് അബ്രിവേഷൻസ് വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതിപ്പം മെഡിക്കേഷന്റെ ആയാലും എന്തുവായാലും, സോ മെഡിസിൻസ് ആയാലും. So we cannot write it in a short form. Better you can expand that. Okay, expand ചെയ്തിരിക്കുന്നതായിരിക്കും more good. Okay, so fine. Next, coming to the organizing and laying out your letter. So how you can organize your letter? That is very important. Okay, നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്തു, അതിനുശേഷം അതിനെ കൺസൈസ് ചെയ്യണം, ക്ലാരിറ്റിയോട് എഴുതണം, എല്ലാം നമ്മൾ പ്രിപ്പയർഡ് ചെയ്തു ആൻഡ് ഫോർമലി എഴുതണം. എവറിത്തിങ് പ്രിപ്പയർഡ്. ഇനി അതിനെ എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ചെയ്യുക? ഓക്കെ, സോ ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ഈസ് പാരഗ്രാഫ് ആണ്. സോ പാരഗ്രാഫിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്രൊണോളജിക്കലി ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ തിമാറ്റിക്കലി ആയിട്ട് എഴുതാം. ക്രൊണോളജിക്കലി വിച്ച് മീൻസ് ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഡേറ്റ്സ് തന്നിട്ടുണ്ടാവും. ആ ഡേറ്റ്സിന്റെ ഒരു സീക്വൻസിൽ നിങ്ങൾക്ക് ഡേറ്റാസിനെ സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റും.
as usual we are writing like the patient was admitted on this days and subsequent days and following days and currently എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഒരു ഓർഡർ ചെയ്ത് ലൈക്ക് യു ഹാവ് ടു ടെൽ എ സ്റ്റോറി ടു ദ റീഡർ. നമ്മുടെ ലെറ്റർ എപ്പോഴും ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ ആയിരിക്കണം, ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കണം. സോ ആ രീതിയിൽ എഴുതാം. ആൻഡ് ഓൾസോ തിമാറ്റിക്കലി നിങ്ങൾക്ക് എഴുതാം, ലൈക്ക് അയാളുടെ പ്രസന്റ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി വെച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം, കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട്. Okay, so definitely you have to review your paragraphs and after writing paragraph ഏതിനു ശേഷം നമ്മൾ തീർച്ചയായിട്ടും റിവ്യൂ ചെയ്തിരിക്കണം. Okay, this is about this organizational layout. Next, coming to the right language. Language is very important. നിങ്ങളുടെ ലെറ്ററിൽ ഗ്രാമർ വളരെ കറക്റ്റ് ആയിരിക്കണം, ടെൻസസിന്റെ യൂസസ് വളരെ കറക്റ്റ് ആയിരിക്കണം, ആൻഡ് പാസീവ് ഫോംസ് വളരെ കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, സോ then അതുപോലെ തന്നെ വൊക്കാബുലറി നമ്മൾ വളരെയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് മെഡിക്കേഷൻസ് നെയിംസ് ഒക്കെ കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കണം. പഞ്ച്വേഷൻസ്, കുത്ത്, കോമ, ആ കാര്യങ്ങളെല്ലാം നോക്കണം. സോ ഞാൻ അടുത്ത ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് കോളൻസിന്റെ റൂൾ, എന്തൊക്കെയാണ് സെമി കോളൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫുൾ സ്റ്റോപ്പ്, എവിടേക്കാണ് കോമ ഇടേണ്ടത്, സോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെല്ലിംഗ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, വരുത്തി കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് മാർക്ക്. ഓക്കെ, സോ അത് എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ബിഗ് ലെറ്റർ, സ്മോൾ ലെറ്റർ, കൈയക്ഷരങ്ങൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എപ്പോഴും കൈയക്ഷരമൊക്കെ വളരെ പക്ക ആയിരിക്കണം. നമ്മൾ എഴുതുന്ന കാര്യം ക്ലിയർ ആയിട്ട് അവർക്ക് വായിക്കാൻ മനസ്സിലായില്ലെങ്കിൽ you will lose score. Okay, so definitely we make sure that everything should be clear in the. Okay, so this is about the criteria. So now നമ്മൾ റീഡ് ചെയ്തത്, നമ്മൾ പഠിച്ചത് ക്രൈറ്റീരിയാസ് ആണ്. ക്രൈറ്റീരിയ എപ്പോഴും നിർബന്ധമായിട്ടും എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ബിക്കോസ് ക്രൈറ്റീരിയ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ പ്ലീസ് കെയർഫുൾ ഓൺ ദി ക്രൈറ്റീരിയാസ്. ഓക്കെ, സോ വൺസ് അഗെയിൻ നമുക്ക് ഒന്നും കൂടെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. ഓക്കെ, സോ ഫൈൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ക്രൈറ്റീരിയാസ്? We do have 6 criterias: purpose, content, conciseness and clarity, genre and style, organization and layout, language. So these all are the criterias. അപ്പം ക്രൈറ്റീരിയ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് മെസ്സേജ്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് എൻ്റെ ഇമെയിലിന് മെസ്സേജ് ചെയ്യാം. ഓൾസോ ഞാൻ ഓൺലൈൻ പേഴ്സണൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ കോച്ചിങ് ആണ്, ഇൻഡിവിജ്വൽ ആയിട്ട്. സോ ഇഫ് യു എനിവൺ ഈസ് എവറിബഡി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്ലീസ് ടെക്സ്റ്റ് മീ ആസ് ഓർ യു ക്യാൻ ഇമെയിൽ മീ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെസ്സേജിൽ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലാണെങ്കിലും ഇടാം. സോ ഡെഫിനറ്റ്ലി ഐ വിൽ കോൺടാക്ട് and I'll provide maximum support to you guys. And once നിങ്ങൾ പേഴ്സണൽ കോച്ചിങ് വരുവാണെങ്കിൽ ഇൻ ഡെപ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്രൈറ്റീരിയാസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞതായിരിക്കും. ഇഫ് യു ആർ എനിവൺ ഇൻട്രസ്റ്റഡ് പ്ലീസ് കോൺടാക്ട് മീ and let me know. Okay, thank you, bye bye.